സ്വാഗതം. നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, നിങ്ങളോട് തുടക്കത്തിലൊക്കെ നല്ല സ്നേഹത്തിലുണ്ടായിരുന്ന വ്യക്തികൾ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് വഴക്കിടാറോ ദേഷ്യപ്പെട്ടു പോകാറോ എന്നെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നൊക്കെ ഒരു സ്വഭാവത്തിലാണോ? തുടക്കത്തിലൊക്കെ അതിഭയങ്കരമായ സ്നേഹവും ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകി ഇപ്പോൾ വേണ്ട എന്നൊരവസ്ഥയിൽ ആക്കി നിങ്ങളെ വിട്ടു പോകാനുള്ള ഒരു സാധ്യതയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഇതിൻ്റെ ലാസ്റ്റ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ കൃത്യമായിട്ട് ആ കാര്യം മനസ്സിലാക്കി നിങ്ങൾ അതേപോലെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തിയെ കൂടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ വിട്ടു പോകുന്ന ഒരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ മാനസികമായി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. കാരണം ഒരു ജോലി ചെയ്യാനോ ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും ശരിയായ രീതിയിൽ പറ്റാത്ത അവസ്ഥ. ഏത് നിമിഷവും അതേ കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ എപ്പോഴും ആ ചിന്തകൾ തന്നെ കയറി വന്നുകൊണ്ടിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഇനി ജീവിക്കണോ എന്ന് പോലും ചിലർക്ക് തോന്നും. ചില ആളുകൾ ഇത് തന്നെ ആലോചിച്ച് ഒരു ജോലിക്കോ ഒരു കാര്യത്തിനോ ശ്രദ്ധിക്കാൻ പറ്റാതെ ഡിപ്രഷനിലേക്കും മറ്റ് പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം അവരില്ലാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലും മനസ്സെത്തിയിരിക്കും. അത്രയും വാഗ്ദാനങ്ങളും അത്രയും സ്നേഹം തുടക്കത്തിൽ തന്നത് വിശ്വസിച്ചത് കൊണ്ടാണ്, അതങ്ങനെയാണ് എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. പക്ഷേ ഇങ്ങനത്തെ ആളുകൾ എന്തെങ്കിലും അവരുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണങ്ങൾ പതുക്കെ പറഞ്ഞ് അവർ പോവും. അവർ മറ്റൊന്നിലേക്കായിരിക്കും മിക്കവാറും പോകുന്നത്. 90% പേരും മറ്റ് ബന്ധങ്ങൾ വരുമ്പോഴാണ്, മറ്റ് റിലേഷൻഷിപ്പൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറിപ്പോകുന്നത്. കാരണം ഇതിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം കിട്ടി, അല്ലെങ്കിൽ നേടാവുന്നതൊക്കെ നേടി, ഇനി എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ പോകും. അവർക്ക് പിന്നെ നമ്മുടെ ഫോൺ എടുക്കാൻ നേരം ഉണ്ടാവില്ല, നമ്മുടെ മെസ്സേജുകൾ കേൾക്കാൻ സമയമില്ല, മെസ്സേജിന് റിപ്ലൈ തരാൻ സമയമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും. കാരണം അവർ പുതിയതിലായിരിക്കും അവരുടെ ശ്രദ്ധ മുഴുവൻ. പുതിയ ബന്ധം, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വരുമ്പോഴാണ് അധികം പേർക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ അല്ലാതെ ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് അവരുടെ ജീവിതത്തെ സംബന്ധിച്ചാണ് അങ്ങനെ വരുന്നത്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്ന ആളുകളാണെങ്കിലും ഇടയ്ക്ക് വിളിച്ച് വിവരങ്ങൾ പറയുകയും സംസാരിക്കുകയും ചെയ്യും. പൂർണ്ണമായിട്ടും നമ്മളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് പോകുന്ന ആളുകളാണെങ്കിൽ മിക്കവാറും ഈ വക കാര്യങ്ങൾ മറ്റ് ബന്ധങ്ങൾ വരുന്നതുകൊണ്ട്, അപ്പോൾ അവരെ നമുക്ക് ആ ബന്ധത്തിൽ നിന്നും ഒഴിവാക്കിയെടുത്ത് പൂർണ്ണമായും നമ്മുടെ അവസ്ഥയിലേക്ക്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് എപ്പോഴും ഇതേ ചിന്തയായിരിക്കും, അതിൽ നിന്നൊരു മോചനം കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലിയിലും മറ്റുള്ള ഒരു കാര്യത്തിൽ, വീട്ടിൽ പോലും ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ അതിനെന്താ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.